ആലപ്പുഴ എനിക്ക് ആദ്യമായിട്ടൊരു പാർലമെൻ്ററി ലൈഫ് തന്ന നാടാണ്. ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം ഞാൻ എല്ലാ TV ഇൻ്റർവ്യൂവിലും പറയുന്ന ആദ്യം വരെ ഇന്ന് പറയുന്നതല്ല. എനിക്ക് എന്ത് മാനസിക സംഘർഷവും പ്രയാസവും ഉണ്ടെന്ന് വെച്ചു ആലപ്പുഴ പട്ടണത്തിലൊന്നിറങ്ങി നമ്മുടെ അവിടുത്തെ ആളുകളോട് ഒന്ന് ചിരിച്ചാൽ അതെല്ലാം പമ്പ കിടക്കും. അത്ര സ്നേഹമാണ് എനിക്ക് ആലപ്പുഴക്കാരത്. അതുകൊണ്ട് തന്നെയല്ലേ എന്നെ പലരും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞു ആലപ്പുഴയിൽ നിന്ന് മാറി കൊല്ലത്ത് പോവും അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോവും. ഞാൻ എൻ്റെ നേതാക്കന്മാരോട് ആദ്യം മുതലേ പറയുന്നത് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴ മാത്രം. അതെനിക്ക് ആലപ്പുഴ നൽകിയ കോൺഫിഡൻസാണ്, ജനങ്ങൾ നൽകിയ വലിയ വിശ്വാസമാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ 5 വർഷം കൂടി എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ബൈപ്പാസ് എനിക്ക് പൂർത്തീകരിച്ച് എൻ്റെ കാലയളവിൽ അത് മോണിറ്റർ ചെയ്ത് അത് പൂർത്തീകരിച്ച് ഞാൻ പറഞ്ഞ വാക്ക് പാലിപ്പിച്ച് ജനങ്ങൾ കാണിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. തീരപ്രദേശത്തെ കടൽ ഭിത്തിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ മറ്റ് വികസനങ്ങളുടെ കാര്യം പറഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ വികസനം 150 കോടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ, അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച പ്രോജക്റ്റുകളുടെ അവസാനം. അതോടെ റെയിൽവേ വാഗൺ ഫാക്ടറി പോലെയുള്ള പ്രഖ്യാപിച്ചിട്ട് ഇപ്പോഴും യാഥാർത്ഥ്യങ്ങളിലേക്ക് നീങ്ങാത്ത പ്രോജക്റ്റുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ പൂർത്തീകരിക്കാനും യാഥാർത്ഥ്യമാകാത്ത പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയുള്ള ഒരു ടേം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതെനിക്ക് ആലപ്പുഴക്കാർ നൽകിയ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതവർ നൽകുമെന്നാണ് എൻ്റെ